भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। ബീഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവരുന്നുണ്ട് വിഷയം. എന്നാൽ വികാരങ്ങളെ മാറ്റിവെച്ചൊരു ഡാറ്റയായി കണ്ടാൽ നമുക്ക് ഞെട്ടിക്കുന്ന പല വസ്തുതകളും മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഏതെല്ലാമാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ? എവിടേക്കാണ് ഇറച്ചി പോകുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എരുമ ഇറച്ചിയാണ്. ബ്രസീൽ കഴിഞ്ഞാൽ ആഗോള വിപണിയിൽ ഏറ്റവും കൂടുതൽ വിഹിതം കൈയാളുന്നതും നമ്മുടെ ഇന്ത്യയാണ്. ഏതെല്ലാമാണ് സംസ്ഥാനങ്ങൾ? നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്ങിന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അതെ, നമ്മുടെ യോഗിയുടെ UP തന്നെ. ആ ഒരൊറ്റ സംസ്ഥാനത്തിൽ നിന്ന് മാത്രം 6,68,335 മെട്രിക് ടൺ ഇറച്ചി പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കേന്ദ്രം UP ആണ്. രാജ്യത്തെ അംഗീകൃത കശാപ്പശാലകളിൽ പകുതിയിലധികവും UP-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന മുതലായവയാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. വിയറ്റ്നാം, ഈജിപ്ത്, മലേഷ്യ, ഇറാഖ്, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ ബീഫ് കൂടുതലായും എത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ളത് വിയറ്റ്നാം എന്ന രാജ്യമാണ്. ഓരോ വർഷവും ഏകദേശം 25,000 മുതൽ 30,000 കോടി വരെയാണ് ബീഫ് കയറ്റുമതിയിലൂടെ നമ്മുടെ രാജ്യം നേടുന്ന വരുമാനം. ഇന്ത്യയുടെ മൊത്തം കാർഷിക കയറ്റുമതിയുടെ വലിയൊരു ശതമാനവും ബീഫ് എക്സ്പോർട്ടിൽ നിന്നുമാണ് നമ്മൾ നേടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ വ്യവസായമാണത്. രാഷ്ട്രീയ ചുടല നാടകങ്ങൾ ഏറെ കണ്ട് ശീലമുള്ള ജനതയാണ് നമ്മുടേത്. മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ ജനതയെ ഓരോ ദിനവും കൂടുതൽ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്. ഏത് കഴിക്കണം, ഏത് കഴിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട്. രാഷ്ട്രീയ ചട്ടുകങ്ങളാകാതിരിക്കാനുള്ള ഏക വഴി ഓരോ വിഷയത്തിലും നമ്മൾ കൃത്യമായ കണക്കുകൾ ശാസ്ത്രീയമായി പഠിക്കുക എന്നത് മാത്രമാണ്. വികാരങ്ങളെയും അവകാശവാദങ്ങളെയും കണക്കുകൾ നിരത്തി തെളിവ് സഹിതം തോൽപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്.